ബേപ്പൂർ തുറമുഖത്തിന് സമീപം ചരക്ക് കപ്പലിന് തീപിടിച്ചതിനെ തുടർന്ന് കാണാതായ 4 പേർക്കായി തിരച്ചിൽ ഊർജിതം. ആകെ ഉണ്ടായിരുന്ന 22 ജീവനക്കാരിൽ 18 പേരെ രക്ഷപ്പെടുത്തി. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. രക്ഷപ്പെടുത്തിയവരെ ബേപ്പൂർ, മംഗലാപുരം, അഴീക്കൽ തുറമുഖങ്ങളിൽ എത്തിക്കാൻ സാധ്യത. ബേപ്പൂർ തുറമുഖത്ത് സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയതായി പോർട്ട് ഓഫീസർ ഹരി അച്യുത വാര്യർ പറഞ്ഞു. കേരള തീരത്ത് മുങ്ങിയ കപ്പൽ MSC എൽസയ 3യുടെ ഉടമസ്ഥരായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്കെതിരെ ഉടൻ കേസ് വേണ്ട എന്ന നിലപാട് സ്വീകരിച്ച കേരളം. മുഖ്യമന്ത്രിയും ഷിപ്പിംഗ് ഡയറക്ടറുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. പുറംകടലിൽ മുങ്ങിയ കപ്പലിൽ ആഫ്രിക്കയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. മുങ്ങിയ കണ്ടെയ്നറുകൾ പുറത്തെടുക്കുകയാണ് ആദ്യ ലക്ഷ്യം. ഷിപ്പിംഗ് കമ്പനി വിഴിഞ്ഞം തുറമുഖവുമായി അടുപ്പമുള്ളവരാണെന്നും ക്രിമിനൽ നടപടികളുമായി മുന്നോട്ടു പോകാതെ ഇൻഷുറൻസ് ക്ലെയിമിന് ശ്രമിക്കാമെന്നുമാണ് തീരുമാനം. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവുമായി നടത്തിയ കൂടിയാലോചനയിലാണ് ഈ തീരുമാനം. മെയ് 29-നാണ് മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും തമ്മിൽ ചർച്ച നടത്തിയത്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഏറ്റവും അധികം കപ്പലുകൾ എത്തുന്നത് MSC കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ആ കമ്പനിയുമായി നിയമപ്രശ്നത്തിലേക്ക് പോയി ബന്ധം വഷളാക്കേണ്ടതില്ല എന്നതിനാൽ ഇൻഷുറൻസ് ക്ലെയിമുമായി മുന്നോട്ട് പോയാൽ മതിയെന്നാണ് സംസ്ഥാനത്തിന്റെ തീരുമാനം. മെയ് 25-ന് മുങ്ങിയ കപ്പലിലുണ്ടായിരുന്ന 640 കണ്ടെയ്നറുകളിൽ 13 എണ്ണത്തിൽ അപകടകരമായ വസ്തുക്കളാണെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അറിയിച്ചിരുന്നു. കാൽസ്യം കാർബൈഡ് നിറച്ച 13 കണ്ടെയ്നറുകളുണ്ട്. ഇതിൽ 5 എണ്ണം ഡെക്കിലും 8 എണ്ണം കപ്പലിനുള്ളിലുമാണ്. ഒഴുകി നടന്ന 100 കണ്ടെയ്നറുകളിൽ 48 എണ്ണം കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം തീരത്തെത്തിയിരുന്നു. 60 കണ്ടെയ്നറുകളിലായി 168 ടൺ പോളിമർ പെല്ലറ്റുകളുണ്ട്. കടലിൽ വീണ കണ്ടെയ്നറുകൾ പൊട്ടി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള അസംസ്കൃത വസ്തുവായ പെല്ലറ്റുകൾ തീരത്തടിഞ്ഞിരുന്നു. ഇതും കടലിലെ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ ഭീഷണിയാണ്. കപ്പൽ അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ മുങ്ങിയ കപ്പലിൽ ആഫ്രിക്കയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ പരിശോധനാ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. കണ്ടെയ്നറുകൾ പുറത്തെടുക്കുകയാണ് ലക്ഷ്യം. എണ്ണച്ചോർച്ച പൂർണ്ണമായും അടച്ച ശേഷമായിരിക്കും ഈ നടപടികളിലേക്ക് കടക്കുക. വിഷവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകളും ടൺ കണക്കിന് ഇന്ധനവുമാണ് കടലിന്റെ അടിത്തട്ടിൽ തുടരുന്നത്. ജൂലൈ 3-നകം ഈ പ്രക്രിയ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. അമൃത ന്യൂസ്, കൊച്ചി. കടലിൽ കണ്ടെയ്നർ മറിഞ്ഞ് പ്ലാസ്റ്റിക് കുമിഞ്ഞുകൂടിയതോടെ പ്രതിസന്ധിയിലായി സംസ്ഥാനത്തെ ടൂറിസം മേഖലയും. ഒപ്പം വ്യാജ പ്രചരണങ്ങൾ കൂടിയായതോടെ കോവളത്തെ റെസ്റ്റോറന്റ് ഉടമകൾക്കും വരുമാനത്തിൽ വലിയ നഷ്ടമാണ് ഉണ്ടായത്. കണ്ടെയ്നർ മറിഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം സംസ്ഥാനത്തെ ടൂറിസം മേഖലയും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കോവളം തീരത്ത് കുമിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക്കും ഒപ്പം സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പല വ്യാജ പ്രചരണങ്ങളും ടൂറിസം മേഖലയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കടലിൽ നിന്നുള്ള മത്സ്യം കഴിക്കുന്നത് കൊണ്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുമെന്ന പ്രചരണങ്ങൾ മൂലം കോവളത്തെ റെസ്റ്റോറന്റുകളിൽ പലതും ആളുകൾ കയറാതെ ഒഴിഞ്ഞുകിടക്കുകയാണ്. ശരിക്കും ആൾക്കാർക്ക് ഒരു പേടിയായിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ പത്രങ്ങളിലും അങ്ങനെയൊക്കെ പറഞ്ഞ് പരത്തിയിട്ടുള്ളതുകൊണ്ട് ഒരു പേടി പോലെ ഉണ്ട്. ബീച്ചിലോട്ട് ഇപ്പോൾ ആരും ഇറങ്ങുന്നില്ല വലുതായിട്ട്. ഈ 2 ദിവസത്തിന് മുമ്പേ കുറച്ച് മാലിന്യങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയായിരുന്നു. സാധാരണ പ്ലാസ്റ്റിക് എല്ലാം സർക്കാരിൻ്റെ ആൾക്കാർ ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. പിന്നെ മത്സ്യം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണി പോലെ ആൾക്കാരെ പേടിച്ച് കഴിക്കുന്നില്ല. കഴിക്കുന്നവരും ഉണ്ട്. നമ്മളൊക്കെ കഴിക്കുന്നുണ്ട്. നമ്മളിവിടെ ഫ്രഷ് മീൻ കിട്ടുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. പിന്നെ ഇത് ഈ പ്ലാസ്റ്റിക് കഴിച്ച് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ് പരത്തിയിട്ടുണ്ട് ആൾക്കാർ. ഡോക്ടർമാരൊക്കെ പറയുന്നത് വെച്ചാൽ ഒരു കുഴപ്പമില്ല, കഴിക്കാമെന്നാണ് പറയുന്നത്. ഇത് കൂടുതൽ അതായത് ബോയിലായി വേവിക്കുമ്പോൾ ആവിയാൽ ഇതിൻ്റെ വിഷാംശം ഉണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകും എന്നാണ് പറയണത്. പിന്നെ ഈ ലോക്കൽ ഏരിയയിൽ, നമ്മളെ ഹോസ്റ്റൽ ഏരിയയിൽ വരുമ്പോൾ യാതൊരു വിധ പ്രശ്നങ്ങളുമില്ല. അപ്പോൾ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർ എന്തൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാണ് ആൾക്കാരും മീൻ കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ വിനോദസഞ്ചാരികളിൽ വലിയ കുറവുണ്ട്. എത്തുന്നവരാകട്ടെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ മൂലം റെസ്റ്റോറന്റുകളിൽ കയറാൻ വലിയ വിമുഖതയും കാണിക്കുന്നുണ്ട്. കണ്ടെയ്നറിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തീരത്തടിഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികളെ പോലെ തന്നെ ഇവിടത്തെ ടൂറിസം മേഖലയും വലിയ പ്രതിസന്ധിയിലാണ്. അതിനോടൊപ്പം സോഷ്യൽ മീഡിയകളിൽ വരെ ഉയർന്നു പൊങ്ങുന്ന വ്യാജ പ്രചരണങ്ങൾ കൂടിയായതോടെ കോവളത്തെ പല റെസ്റ്റോറന്റുകളുടെയും വരുമാനം ഏകദേശം നിലച്ച മട്ടിലാണ്. ഈ പ്രതിസന്ധിക്ക് പരിഹാരമായാൽ മാത്രമേ ടൂറിസം മേഖലയും പുത്തനുണർവിലേക്ക് തിരിച്ചുവരൂ. ക്യാമറാമാൻ അനിലിനൊപ്പം ആതിര, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ല. കടുവയും ആനയും സംരക്ഷിത പട്ടികയിൽ തുടരും. കേരളത്തിന്റെ ആവശ്യങ്ങൾ വീണ്ടും തള്ളി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്നാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചത്. നിലവിൽ കാട്ടുപന്നികളെ നിയന്ത്രിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളുണ്ട്. കാട്ടുപന്നിയെ കൊല്ലുന്നതിനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റികൾക്കടക്കം ഇതിനുള്ള അനുമതിയുണ്ട്. പലരും ഇത് വിനിയോഗിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടുതൽ ഇളവുകളുടെ ആവശ്യമില്ലെന്നാണ് വനം പരിസ്ഥിതി മന്ത്രാലയം പറയുന്നത്. കൂടാതെ ആന, കടുവ തുടങ്ങിയ മൃഗങ്ങളെ നിയന്ത്രണം കുറഞ്ഞ വിഭാഗമായ ഷെഡ്യൂൾ 2 മാറ്റണമെന്ന കേരളത്തിന്റെ ആവശ്യവും കേന്ദ്രം തള്ളി. സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ട മൃഗങ്ങളാണ്
ആനയും കടുവയും. ഇവയെ ഷെഡ്യൂൾ 2 മാറ്റിയാൽ കൂടുതലായി അവയെ കൊല്ലുന്നതിനുള്ള നടപടിയുണ്ടാകും. അത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നാണ് മന്ത്രാലയം പറയുന്നത്. കുരങ്ങിനെ ഷെഡ്യൂൾ 2 മാറ്റണമെന്ന കേരളത്തിന്റെ ആവശ്യവും പരിഗണിക്കില്ല. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിൽ വന്യജീവി ആക്രമണത്തിന് അവസാനമില്ല. കല്ലേലി എസ്റ്റേറ്റിൽ ജീവനക്കാരന് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായി. കഴിഞ്ഞ ദിവസം തണ്ണിത്തോട് മേക്കണ്ണത്ത് അജ്ഞാത ജീവി വളർത്തുമൃഗത്തെ കടിച്ചു കൊന്നിരുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കുന്നത് മേഖലയിൽ പ്രതിഷേധത്തിന് വഴിവെക്കുന്നുണ്ട്. ജീവിക്കാനായുള്ള പോരാട്ടത്തിലാണ് പത്തനംതിട്ട ജില്ലയിലെ മലയോര ജനത. വീടുകളിലും തൊഴിലിടങ്ങളിലും ഇവർ സുരക്ഷിതരല്ല. തിങ്കളാഴ്ച പുലർച്ചെയാണ് കല്ലേലി എസ്റ്റേറ്റിലെ ജീവനക്കാരന് നേരെ കാട്ടാന പാഞ്ഞെടുത്തത്. രാവിലെ ഞാൻ വണ്ടിയായിട്ട് എൻ്റെ കോട്ടേഴ്സിലോട്ട് കയറി വരികയായിരുന്നു. ആ സമയത്ത് എൻ്റെ കോട്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു ആന. അത് ഞാൻ അങ്ങോട്ട് കയറ്റത്തോട്ട് കയറി ചെല്ലുമ്പോൾ അത് ഇറങ്ങി വരികയായിരുന്നു ആന. ഇറങ്ങി ഇങ്ങോട്ട് വരിക, എന്നെ കാണുക, അത് ഇറങ്ങി എൻ്റെ നേരെ വന്നപ്പോഴത്തേക്ക് ഞാൻ ബൈക്ക് അവിടെ ഇട്ടിട്ട് ഞാൻ ഓടി കഴിഞ്ഞപ്പോൾ അതെൻ്റെ പുറകിൽ ചിഹ്നം വിളിച്ചുകൊണ്ട് ഓടിക്കഴിഞ്ഞപ്പോൾ എന്നെ പിടിക്കത്തില്ലെന്നുള്ള ദൂരമായപ്പോൾ ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കി. അന്നേരം ഞാൻ തറയിലോട്ട് വീഴുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം തണ്ണിത്തോട് മേക്കണ്ണത്ത് വളർത്തുനായയെ അജ്ഞാത മൃഗം ആക്രമിച്ചു കൊന്നിരുന്നു. പുലിയാണെന്ന് നാട്ടുകാരുടെ സംശയത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുകയും ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിഷയത്തിൽ ശാശ്വത പരിഹാരമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഇടുക്കി കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി കുടിയിൽ കാട്ടാന ആക്രമണം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം കുടിയിൽ എത്തിയ കാട്ടാന ഒരു വീട് തകർക്കുകയും നിരവധി പേരുടെ കൃഷി നശിപ്പിക്കുകയും ചെയ്തു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി സെറ്റിൽമെന്റിൽ കാട്ടാനശല്യം രൂക്ഷമാകുന്നത്. ഒരു മാസം മുമ്പ് ഒരു ആന മാത്രമാണ് എത്തിയതെങ്കിൽ ഇപ്പോൾ 6 ആനകളാണ് പ്രദേശത്ത് നാശം വിതയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം എത്തിയ കാട്ടാനക്കൂട്ടം റെജി ചിരട്ടവയലിൽ, കുഴിയാനിപ്പള്ളിൽ രുക്മിണി, ജെയിംസ് പ്ലാപ്പറമ്പിൽ, ടിൻഡ വെട്ടിക്കൽ തുടങ്ങിയവരുടെ ഏലം ഉൾപ്പെടെയുള്ള കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചു. ജെയിംസ് പ്ലാപ്പറമ്പിലിന്റെ വീടും കാട്ടാനകൾ തകർത്തു. ഏത് സമയത്ത് വന്നാലും അവർക്കൊന്ന് ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള സ്ഥിതിയാണുള്ളത്. അതിൻ്റെയൊക്കെ തൊട്ട് ചേർന്ന് വരെ ആന വന്നു. ഇന്നലെ VSSൻ്റെ പ്രസിഡന്റ് അടക്കം VSSൻ്റെ ഭാരവാഹികൾ, അതുപോലെ നാട്ടുകാർ, ഫോറസ്റ്റ് അധികൃതർ എല്ലാവരും കൂടി ആനയെ മിനിങ്ങാന്ന് ഓടിച്ചു വിട്ടു. വീണ്ടും അത് ഇന്നലെ കൂടുതൽ ആനകളാണ് വന്നത്. ഇന്നലെ 4 ആനകളാണ് വന്നത്. ആദ്യത്തെ ദിവസം 2 ആനയാണ് വന്നത്. അഞ്ചുരുളി ആദിവാസി കുടിയിൽ 5 വർഷം മുമ്പ് വൈദ്യുതി വേലി സ്ഥാപിക്കാൻ വനംവകുപ്പ് 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ അന്ന് ഈ മേഖലയിൽ കാട്ടാനശല്യം കുറവാണെന്ന പേരിൽ പദ്ധതി നടപ്പാക്കിയില്ല. കാട്ടാനയാക്രമണം മൂലം പണിക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ. മഴ ശക്തമാകുന്നതോടെ അഞ്ചുരുളി ആദിവാസി കുടി ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകും. വന്യമൃഗശല്യം ഒഴിവാക്കാൻ RRTA ഉൾപ്പെടെ നിയമിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. പ്രചാരണാവേശത്തിൽ നിലമ്പൂർ. ആരോപണങ്ങളും മറുപടിയുമായി മുന്നണികൾ രംഗത്ത് വരുന്നു. മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ വോട്ട് പിടിക്കാൻ പണം വിതരണം ചെയ്യുന്നു എന്ന ആരോപണവുമായി PV അൻവർ രംഗത്തെത്തി. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥികളുടെ പ്രചരണം പുരോഗമിക്കുകയാണ്. വികസന വിഷയങ്ങൾക്കപ്പുറത്തേക്ക് വ്യക്തിപരമായ ആരോപണങ്ങളും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരികയാണ്. 3 മുന്നണികൾക്കും പുറമെ സ്വതന്ത്രനായി മത്സരിക്കുന്ന PV അൻവർ UDFനെയും LDFനെയുമാണ് കടന്നാക്രമിക്കുന്നത്. അതിൽ തന്നെ മുഖ്യമന്ത്രിയെയും മുഹമ്മദ് റിയാസിനെയുമാണ് PV അൻവർ കൂടുതലായി ലക്ഷ്യം വെക്കുന്നത്. റിയാസിന്റെ നേതൃത്വത്തിൽ പാവപ്പെട്ടവരുടെ വോട്ടുകൾ പണം കൊടുത്ത് വാങ്ങുന്നുവെന്നാണ് അൻവറിന്റെ ആരോപണം. ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും. മരുമോന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസംഘം വലിയ പണച്ചാക്കുമായി 2 ലോറി പണം വന്നു എന്നാണ് കേൾക്കുന്നത്. നിലമ്പൂരിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കർഷകരെ വിലക്ക് വാങ്ങാമെന്ന് മരുമകനും സംഘവും വിചാരിക്കുന്നുണ്ടെങ്കിൽ മലയോര കുടിയേറ്റ കർഷകർ അത് നേരിടുക തന്നെ ചെയ്യും. അതേസമയം 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം നടത്തുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ ഇന്നത്തെ പര്യടനം അമരമ്പലം പഞ്ചായത്തിലെ അമരമ്പലം സൗത്തിൽ നിന്ന് ആരംഭിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. അവിടെയുണ്ടായ ആ സംഭവം വ്യക്തമാക്കുന്നത് അതായിരുന്നു. പക്ഷെ പോലീസ് ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ യൂത്ത് കോൺഗ്രസ് നേതാവാണ് കൊല നടത്തിയത് എന്ന് തെളിഞ്ഞു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പര്യടനം മുത്തേടം പഞ്ചായത്തിലായിരുന്നു. മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ചുമതല സംസ്ഥാന സർക്കാരിനുണ്ട്, അത് ചെയ്യാൻ കഴിഞ്ഞോ?
അപ്പൊ ഈ തകർച്ചയിൽ നിങ്ങൾക്കും പങ്കുണ്ട്. നിങ്ങൾ പറയുന്നത് വികസനം ചർച്ച ചെയ്യാൻ UDF ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറയുന്നത് വികസനത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഞങ്ങൾ പുറകോട്ട് പോകുന്നില്ല. പ്രതിപക്ഷ നേതാവിനൊപ്പം ചലച്ചിത്ര താരം ജോയ് മാത്യുവും ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണത്തിൽ പങ്കെടുത്തു. ഉപ്പുവള്ളി, പുതിയ കളം, പുള്ളിയോട് മേഖലയിലാണ് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പര്യടനം. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് മോഹൻ ജോർജിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തെരഞ്ഞെടുപ്പിന് 10 ദിവസം മാത്രം അവശേഷിക്കുന്നതിനാൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഇനി കൂടുതൽ ശക്തമാകും. അമൃത ന്യൂസ്, നിലമ്പൂർ. ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് നിലമ്പൂർ മാറുമ്പോൾ കൂടുതൽ ദേശീയ നേതാക്കളെ രംഗത്തിറക്കുകയാണ് കോൺഗ്രസ്. 13-ന് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ റോഡ് ഷോ നടക്കും. KC വേണുഗോപാലും സാദിഖ് അലി ശിഹാബ് തങ്ങളും ഉൾപ്പെടെയുള്ള പ്രമുഖർ വരും ദിവസങ്ങളിൽ UDF-നായി പ്രചാരണത്തിന് എത്തും. ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി കളം നിറഞ്ഞാണ് UDF-ന്റെ പ്രചാരണം. രാഷ്ട്രീയത്തിനതീതമായി നിൽക്കുന്ന ആളുകളെ കൂടി ഒപ്പം നിർത്താൻ പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള നേതാക്കളെ UDF രംഗത്തിറക്കുന്നു. പ്രചാരണത്തിന്റെ 3-ാം ഘട്ടത്തിൽ കുടുംബയോഗങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. AICC ജനറൽ സെക്രട്ടറിയും വയനാട് MPയുമായ പ്രിയങ്ക ഗാന്ധി 13-ന് നിലമ്പൂരിലെത്തും. വൈകുന്നേരം 3-ന് മൂത്തേടത്തും 4-ന് നിലമ്പൂരിലും റോഡ് ഷോയിൽ പങ്കെടുക്കും. പ്രിയങ്ക ഗാന്ധി എത്തുന്നതോടെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് മികച്ച വിജയം സമ്മാനിച്ചതിൽ നിർണായക പങ്കുവഹിച്ചത് നിലമ്പൂരാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 13-നും 16-നും നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നുണ്ട്. UDF കൺവെൻഷനിൽ നിന്ന് പാണക്കാട്ട് കുടുംബം വിട്ടുനിന്നുവെന്ന ആരോപണങ്ങൾക്കുൾപ്പെടെ അദ്ദേഹം മറുപടി നൽകും. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 12-ന് INTUC കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. 13-നും അദ്ദേഹം മണ്ഡലത്തിലുണ്ടാവും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലേക്കെത്തും. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചാണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വർഗ ബഹുജന സംഘടനാ ഭാരവാഹികളെ കൂടി രംഗത്തിറക്കി തെരഞ്ഞെടുപ്പ് ആവേശം കൂട്ടുകയാണ് കോൺഗ്രസും UDF-ഉം. അമൃത ന്യൂസ്, നിലമ്പൂർ. പന്നിക്കിണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച 15-കാരൻ അനന്തു തന്നെയാണ് ഇന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചർച്ചാ വിഷയം. മന്ത്രി OR കേളുവും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും അനന്തുവിൻ്റെ വീട് സന്ദർശിച്ചു. വിഷയം രാഷ്ട്രീയമായി ഉന്നയിച്ചാൽ അതേ രീതിയിൽ പ്രതികരിക്കുമെന്ന് OR കേളു പറഞ്ഞു. അനാവശ്യ വർത്തമാനങ്ങൾ നിർത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. നടന്നത് സ്വാഭാവിക പ്രതിഷേധമെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. എന്തും രാഷ്ട്രീയ വിഷയമാകുന്ന കേരളത്തിൽ 15-കാരന്റെ മരണവും രാഷ്ട്രീയ ആയുധവും പ്രചാരണ വിഷയവുമാവുകയാണ് നിലമ്പൂരിൽ. ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ബലം കുറഞ്ഞുവെങ്കിലും മുന്നണികൾ പിന്നോട്ടു പോയിട്ടില്ല. അനന്തുവിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച മന്ത്രി OR കേളു കുടുംബത്തിനാവശ്യമായ ധനസഹായങ്ങൾ ഉറപ്പാക്കുമെന്ന് പറഞ്ഞു. വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തിയത് UDF ആണെന്നും അതേ രീതിയിലാണ് മുന്നോട്ടു പോകാൻ തയ്യാറെടുക്കുന്നതെങ്കിൽ LDF-ഉം ആ നിലപാട് തന്നെ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതെ, ഇത് രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം UDF ആണ് ഒരു വിഷയത്തിന് ആധാരമാക്കിയിട്ടുള്ളത്. ഈ വിഷയത്തെ ഞങ്ങൾ ആദ്യം ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അതേസമയം മന്ത്രി എന്ന നിലയിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത പരാമർശമാണ് AK ശശീന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് അനന്തുവിന്റെ വീട്ടിലെത്തിയ ശേഷം പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. വിഷയത്തെ രാഷ്ട്രീയമായി UDF കണ്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ഇവർക്കൊക്കെ എന്താ ഒരു ഉദ്ദേശിച്ചത്? എന്ത് രാഷ്ട്രീയം പറഞ്ഞത്? ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവില്ലേ? സമാന നിലപാട് തന്നെയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും സ്വീകരിച്ചത്. നിലമ്പൂരിലുണ്ടായത് സ്വാഭാവിക പ്രതികരണമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഇതാരെങ്കിലും തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇങ്ങനെ ഇവിടെ കൊണ്ട് കറണ്ട് കണക്ഷൻ കൊടുത്ത് ഇങ്ങനെ ആളുകളെ കൊല്ലാൻ ശ്രമിക്കുമോ? അപ്പം മന്ത്രി പിൻവലിച്ചത് നന്നായി. വാസ്തവത്തിൽ മന്ത്രി മാപ്പ് പറയുക കൂടിയാണ് വേണ്ടത്. രാവിലെ അനന്തുവിന്റെ വീട്ടിലെത്തിയ CPI നേതാവ് പ്രകാശ് ബാബു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി അത്തരം പരാമർശം നടത്തിയതെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്ന് പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ പരിഹരിക്കാത്തത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹത്തിന് അറിയാനൊക്കും. അദ്ദേഹത്തിന് വല്ല ഇൻഫർമേഷൻ ഉണ്ടോ ഇല്ലോ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ്.
ഏതായാലും മന്ത്രി അയഞ്ഞതോടെ പ്രതിപക്ഷവും അയഞ്ഞു എന്ന സൂചനകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. വിഷയത്തിൽ പ്രതിഷേധിച്ച് LDF പഞ്ചായത്ത് ഓഫീസിലേക്കും UDF KSEB ഓഫീസിലേക്കും BJP വനം വകുപ്പ് ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തി. അമൃത ന്യൂസ്, നിലമ്പൂർ. പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് അനന്തു മരിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം നൽകാൻ പോലീസിനോടും ജില്ലാ കളക്ടറോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു. അനന്തുവിന്റെ വീട് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ സന്ദർശിച്ചു. സംശയങ്ങളോ പരാതികളോ അവർക്കുണ്ടെങ്കിൽ കമ്മീഷനെ നേരിട്ട് അറിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പോലീസിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ തരത്തിൽ കമ്മീഷന് അവരെ സഹായിക്കാൻ കഴിയുമോ ആ തരത്തിലെല്ലാം ഈ കുടുംബത്തെ സഹായിക്കാൻ ആവശ്യമായ നടപടികൾ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ റിപ്പോർട്ട് വിത്തിൻ 2 വീക്സ് പറഞ്ഞിട്ടുണ്ട്. അത് പോലീസിൻ്റെ റിപ്പോർട്ടും അതുപോലെ തന്നെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ റിപ്പോർട്ടും 2 വീക്സിനകം ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് അപ്പുറത്തേക്കുള്ള ഗൗരവമുണ്ട് വെള്ളക്കെട്ടയിലെ അനന്തുവിൻ്റെ മരണത്തിന്. നിലമ്പൂരിൻ്റെ മലയോര മേഖലയിൽ വർഷങ്ങളായി ജനങ്ങൾ അനുഭവിക്കുന്ന വന്യജീവി ആക്രമണത്തിൻ്റെ ഇര കൂടിയാണ് അനന്തു. ഷോക്കേറ്റാണ് അനന്തു മരിച്ചതെങ്കിലും വന്യജീവി ആക്രമണം മേഖലയിൽ ഒറ്റപ്പെട്ട സംഭവമല്ല. അനന്തുവിൻ്റെ വീട് ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് നല്ല വഴി പോലുമില്ല. മാറി മാറി വരുന്ന സർക്കാരുകൾ മലയോര മേഖലയിലെ ജനതയ്ക്ക് നൽകുന്ന സംവിധാനങ്ങൾ അറിയണമെങ്കിൽ ഈ ദൃശ്യങ്ങൾ കാണണം. ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. 4 വീടുകളാണ് വഴിക്കടവ് പഞ്ചായത്തിലെ ഈ പ്രദേശത്തുള്ളത്. അനന്തുവിന്റെ ജീവൻ നഷ്ടമായതുകൊണ്ട് മാത്രമാണ് രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ ഈ പ്രദേശത്തേക്ക് പതിഞ്ഞത്. ഇതിനു മുൻപും തൊട്ടടുത്ത പ്രദേശത്ത് ഒരാൾ മരിച്ചിരുന്നു. അന്ന് അധികാരികൾ നൽകിയ ഉറപ്പെല്ലാം പാഴായി. ബിനീഷിന്റെ ക്രിമിനൽ ബുദ്ധിയാണ് അനന്തുവിന്റെ ജീവനെടുത്തതെങ്കിൽ പ്രദേശത്ത് താമസിക്കുന്ന സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ആശങ്ക വളരെ വലുതാണ്. അപകടമുണ്ടായാൽ നഗരത്തിലെ ആശുപത്രിയിലേക്ക് എത്താൻ ഏറെ സമയമെടുക്കും. ഈ അപകടം നടന്നപ്പോൾ ഇവർ 5 പിള്ളേരുണ്ട്. ഈ 5 പിള്ളേരിൽ 3 പേര് ഈ ഷോക്കേറ്റ്, 2 പേര് ഇത് കണ്ടിട്ട് ഒരാൾ ഈ വീട്ടിൽ കൂടി, ഒരാൾ അവിടെ താഴെ ഒരു അംഗനവാടി ഉണ്ട് അവിടേക്കും ആ ഭാഗത്ത് കൂടി. പിന്നെ ഈ 3 കുട്ടികളെ ഇവിടുന്ന് ഏറ്റിയെടുത്തിട്ടാണ് അവിടെ റോഡിലെത്തിക്കണേ. പിന്നെ ഒരു 10-5 മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ ഒരു വണ്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നൊരു വണ്ടി എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. വനത്തിലൂടെ കിലോമീറ്ററോളം സഞ്ചരിച്ചാലാണ് പല വീടുകളിലേക്കും എത്തുക. ഒരു വശത്ത് വീടും മറുവശത്ത് വനവും. വന്യജീവി ആക്രമണം തടയാൻ ദുർബലമായ ഫെൻസിംഗ് സംവിധാനം. നിരവധി ആവശ്യങ്ങൾ നാട്ടുകാർ ഭരണാധികാരികൾക്ക് മുന്നിലേക്ക് വെച്ചെങ്കിലും ഒന്നും എങ്ങും എത്തിയിട്ടില്ല. ഇവിടെ വളരെ ദുരിതം തന്നെയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ 4 വീട്, അതുപോലെ ഇവിടെ ഒരു വീട്, അതുപോലെ അവിടെ ആ ഭാഗത്ത് പോയിൻ്റെ പക്കത്തൊരു വീടുണ്ട്. ഇവരൊക്കെ ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ്. മഴക്കാലത്ത് ഇവർ കുടുങ്ങി പോവാണ്. വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഏലിയ പോകണ്ടെന്ന് അവർക്കറിയില്ല. ഇത് ഇങ്ങനെയൊന്നുമല്ല. ഈ തോട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റാത്ത വിധത്തിൽ വെള്ളം ഇതിൽ വരും. ഇവരെ ഈ വീട്ടിലേക്ക് വരെ വെള്ളം കയറും. പക്ഷേ ഇവരൊന്നും ഒന്ന് ഇവിടുന്ന് മാറ്റി താമസിക്കാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനമൊന്നും ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അപകടമുണ്ടാകുമ്പോൾ മാത്രം ഉണർന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ ഭരണ സംവിധാനങ്ങൾ നടപടികൾ വേഗത്തിലാക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അറിഞ്ഞോ അറിയാതെയുള്ള ചിലരുടെ അനാസ്ഥ കവർന്നെടുത്തത് ഒരു 15-കാരന്റെ ജീവനും ഒരു കുടുംബത്തിന്റെ വലിയ സ്വപ്നങ്ങളുമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ തങ്ങളുടെ നിലപാടുകൾ മാറ്റിയേ മതിയാവൂ. അമൃത ന്യൂസ്, നിലമ്പൂർ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. കപ്പൽ അപകടവും കാലാവസ്ഥാ വ്യതിയാനവും തൊഴിൽ ദിനങ്ങളെ ബാധിച്ചതിനാൽ മത്സ്യബന്ധന മേഖലയാകെ കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഇത്തവണത്തെ ട്രോളിംഗ് നിരോധനം. പ്രജനനകാലത്തെ നാശം തടഞ്ഞ് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനാണ് ട്രോളിംഗ് നിരോധനം നടപ്പാക്കുന്നത്. മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും ട്രോളിംഗ് നിരോധന സമയത്ത് പരിശോധനകൾ ശക്തമാക്കാനാണ് തീരുമാനം. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും ഒപ്പം പെട്രോളിംഗിനായി നിരീക്ഷണ സംവിധാനങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന സമയത്ത് കേരള തീരത്ത് ഇതര സംസ്ഥാന മത്സ്യബന്ധന ബോട്ടുകൾക്കും വിലക്കുണ്ട്. തോണിയിലും ഇൻബോർഡ് വള്ളത്തിലും മീൻപിടുത്തം നടത്തുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന സമയത്തും കടലിൽ പോകാം. എന്നാൽ നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. അതേസമയം കാലാവസ്ഥാ വ്യതിയാനവും ഇന്ധനവില വർധനവും മത്സ്യബന്ധന മേഖലയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിനിടെയാണ് കപ്പൽ അപകടം കൂടിയെത്തിയത്. ഇത് തൊഴിൽ ദിനങ്ങളെ ബാധിച്ചതിനാൽ 10 ദിവസത്തെ ഇളവ് അനുവദിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതുണ്ടായില്ല.
മത്സ്യബന്ധന മേഖലയിൽ സൗജന്യ റേഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുമെന്നാണ് സർക്കാർ വാഗ്ദാനം. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ഇത്തവണത്തെ ട്രോളിംഗ് നിരോധനം. അമൃത ന്യൂസ്, കൊല്ലം. ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചതിനെ തുടർന്ന് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായ പ്രതിസന്ധിയിൽ 2 ദിവസത്തിനകം പരിഹാരമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കരാറുകൾ പുതുക്കാൻ തീരുമാനമായെന്ന അടിയന്തര യോഗത്തിനു ശേഷം സുരേഷ് ഗോപി അറിയിച്ചു. അതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ദേശീയ പ്രാധാന്യമുള്ള ശ്രീചിത്ര പോലെയുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഓരോ വർഷവും ഉപകരണങ്ങൾക്കും മരുന്നിനുമുള്ള കരാറുകൾ പുതുക്കണമെന്നാണ് ചട്ടം. കഴിഞ്ഞ 2 വർഷമായി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് കരാർ പുതുക്കിയിട്ടില്ല. ഇതോടെയാണ് സങ്കീർണമായ ശസ്ത്രക്രിയകൾ നടക്കുന്ന ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം പൂർണ്ണമായും നിശ്ചലമായത്. ഇന്നു മുതൽ ശസ്ത്രക്രിയകൾ നിർത്തിവെക്കേണ്ടി വരുമെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ വിഭാഗ മേധാവികൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർക്ക് നേരത്തെ കത്ത് നൽകിയിരുന്നു. ഇന്ന് നടത്താനിരുന്ന 6 ശസ്ത്രക്രിയകളും മാറ്റിവെച്ചു. ശസ്ത്രക്രിയകൾ മുടങ്ങിയ സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ആഭിമുഖ്യത്തിൽ അടിയന്തര യോഗം ചേർന്നത്. മാധ്യമങ്ങളിൽ വന്നതുപോലെ ഗുരുതരമായ പ്രശ്നമല്ലെന്നും 2 ദിവസത്തിനകം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വീഴ്ചയും വരാതെ പേഷ്യൻസിനൊന്നും ഒരു രീതിയിലും ഉപദ്രവം ഏൽപ്പിക്കാത്ത തരത്തിൽ റിവൈവ് ചെയ്യാനുള്ള എല്ലാ നിശ്ചയങ്ങളും ആയിട്ടുണ്ട്. ഇന്നിപ്പോ അതിനെ സംബന്ധിച്ച് അവരുടെ പുതിയ എഗ്രിമെന്റും കാര്യങ്ങളും എല്ലാം സൈൻ ചെയ്ത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ എല്ലാം നോർമലൈസ് ചെയ്ത് പുറത്ത് അങ്ങനെ വന്ന അത്രയും വലിയ ഇഷ്യൂസ് ഇല്ല. ഉള്ളത് എല്ലാം റിസോൾവ് ചെയ്തിട്ടുണ്ട്. ഇതിനിടെ ശസ്ത്രക്രിയ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ശ്രീചിത്രയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ശ്രീചിത്ര ഡയറക്ടർ സഞ്ജയ് ബിഹാരി നേതാക്കളുമായി അനുരഞ്ജന ചർച്ച നടത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഡിവൈഎഫ്ഐ ഇന്ന് ശ്രീചിത്രയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചത്. ഗാസ മുനമ്പിലേക്ക് അവശ്യ വസ്തുക്കളുമായി എത്തിയ ഗ്രേറ്റ തുൻബെയുടെ കപ്പൽ ഇസ്രായേൽ സൈന്യം തടഞ്ഞു. പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തൻബർഗ്, യൂറോപ്യൻ പാർലമെന്റ് അംഗം റിമ ഹസൻ ഉൾപ്പെടെ 12 പേരാണ് കപ്പലിലുണ്ടായിരുന്നത്. കപ്പൽ ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തു. മെദ്ലിൻ എന്ന കപ്പലാണ് ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തത്. ഗ്രേറ്റയെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരെയും തിരിച്ചയക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർ ഉറങ്ങുന്ന മണ്ണിൽ കാരുണ്യത്തിൻ്റെ മാതൃകയൊരുക്കി അമൃത വിശ്വവിദ്യാപീഠം. മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അടക്കിയ പുത്തുമലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ദുരന്തബാധിതർക്കായി മാതാ അമൃതാനന്ദമയി മഠവും അമൃത വിശ്വവിദ്യാപീഠവും ചേർന്ന് തയ്യാറാക്കിയ തൊഴിൽ പരിശീലനം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണത്തിന് മുന്നോടിയായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ. ചൂരൽമലയിലും മുണ്ടക്കയിലും ഒരുമയോടെ ജീവിച്ച നിമിഷയുടെയും സാവത്രിയുടെയും സഫിനയുടെയും എല്ലാം ഉറ്റവരും ബന്ധുക്കളും സുഹൃത്തുക്കളിൽ പലരും ഈ മണ്ണിലാണ് അന്തിയുറങ്ങുന്നത്. നനച്ചിരിക്കാത്ത നേരത്ത് സർവ്വതും നഷ്ടമായ പലർക്കും ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിന് അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ ചേർത്ത് നിർത്തൽ സഹായകരമായിരുന്നു. മൃതദേഹങ്ങൾ അടക്കിയ പ്രദേശം വൃത്തിയാക്കി ചെടികൾ നട്ടുപിടിപ്പിച്ച് അവർ കാരുണ്യയജ്ഞത്തിൽ പങ്കെടുത്തു. ദുരന്തത്തിൽ ഉറ്റവർ നഷ്ടപ്പെട്ട പലരും സ്ഥലത്തെത്തിയപ്പോൾ വിങ്ങിപ്പൊട്ടി. പിന്നെ ഒരു പ്രാർത്ഥന പോലെയായിരുന്നു അവരുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ. നമുക്ക് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. അച്ഛനും അമ്മയും അനിയനും അനിയൻ്റെ മോളുമാണ് ഇവിടെ ഉള്ളത്. അവരെ അടുത്ത് വരുന്ന ഒരു സന്തോഷമുണ്ട്. ഇതിനു മുമ്പായിട്ട് നമ്മൾ അവിടെ ഒരു സങ്കല്പമാണ് ഈ ദുരന്ത മേഖലയിൽ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലത്ത് വന്നിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് പ്രാർത്ഥന, അതുപോലെ തന്നെ ഇവിടെ ഒരു ശുചീകരണവും നടന്നു. ശ്മശാന ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ദുരന്ത ഭൂമിയിലാണ് അവരടക്കം ചെയ്തത്. പലരും നമുക്കറിയാം ബോഡി പോലും ഇല്ല. ബോഡി ഉള്ളവരും പലർക്കും ഓർമ്മകൾ അവരുടെ എല്ലാം ഉറ്റവരും ഉടയവരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ആദ്യം ഇത് ക്ലീൻ ചെയ്തു, എല്ലാവരും ചേർന്നിട്ട് ക്ലീൻ ചെയ്ത് പിന്നീട് നമ്മളൊരു സമൂഹ പ്രാർത്ഥനയാണ് ഇപ്പോൾ നടന്നത്. അതിൽ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമൂഹ പ്രാർത്ഥനയാണ് നടന്നത്. ഇത് വലിയൊരു മാതൃകയാണ് ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. അതിൽ അമ്മയുടെ ഒരു അനുഗ്രഹമായിട്ട് ഇത് തീർച്ചയായിട്ടും കാണുക. അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ നേതൃത്വത്തിൽ ദുരന്തബാധിതർക്ക് ആത്മവിശ്വാസവും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ തൊഴിൽ അധിഷ്ഠിത കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റ് വിതരണത്തിന്റെ മുന്നോടിയായിരുന്നു ശുചീകരണ പ്രവർത്തനം.
അമൃത ന്യൂസ്, വയനാട്. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. വരും ദിവസങ്ങളിൽ കാലവർഷം ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൂൺ 10 മുതൽ 12 വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ജൂൺ 11 ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. തൃശൂർ പൂരം മഠത്തിൽ വരവ് ഇലത്താള പ്രമാണി ചേലക്കര സൂര്യൻ എന്ന സൂര്യനാരായണൻ അന്തരിച്ചു. 5 വർഷമായി മഠത്തിൽ വരവ് ഇലത്താള പ്രമാണിയാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവല്ലാമല പ്രാഥമിക ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കോഴിക്കോട് താമരശ്ശേരിയിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മരത്തിലിടിച്ച് അഴുക്കുചാലിൽ വീണ വിദ്യാർത്ഥിക്ക് പരിക്ക്. താമരശ്ശേരി മാനിപുരം റോഡിൽ കുറ്റ്യാക്കിൽ വെച്ചാണ് അപകടമുണ്ടായത്. താമരശ്ശേരി ഭാഗത്തു നിന്നും മാനിപുരം ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടർ റോഡ് അരികിലെ മരത്തിലിടിച്ച് ആഴമേറിയ അഴുക്കുചാലിൽ പതിക്കുകയായിരുന്നു. അപകടത്തിൽ വലശ്ശേരി സ്വകാര്യ ITA വിദ്യാർത്ഥിയായ പുത്തൂർ പാലക്കുന്ന് ഷാഹിദിനാണ് പരിക്കേറ്റത്. സ്കൂട്ടർ മരത്തിലിടിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് റോഡിലേക്ക് തെറിച്ച് വീണതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തമിഴ്നാട് ധർമ്മപുരിയിൽ വാഹനാപകടത്തിൽ മരിച്ച നടൻ ഷൈൻ ടോമിൻ്റെ പിതാവ് CP ചാക്കോയുടെ മൃതദേഹം സംസ്കരിച്ചു. മുണ്ടൂർ കർമ്മലമാതാ പള്ളിയിൽ നടന്ന സംസ്കാര ചടങ്ങുകളിൽ ആശുപത്രി കിടക്കയിൽ നിന്നും എത്തിയാണ് ഷൈൻ ടോമും അമ്മ മറിയ കാർമലും പങ്കെടുത്തത്. അന്തിമോപചാരം അർപ്പിക്കാൻ സിനിമ, രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള നിരവധി ആളുകളും എത്തിയിരുന്നു. ചെറുവത്തൂർ വീടിനെയും കുടുംബത്തെയും നൊമ്പരത്തിലാഴ്ത്തിയാണ് CP ചാക്കോ വിടവാങ്ങുന്നത്. തമിഴ്നാട് സേലം ധർമ്മപുരിയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച CP ചാക്കോയുടെ മൃതദേഹം ഇന്നലെ വൈകുന്നേരമാണ് മുണ്ടൂരിലെ വീട്ടിലെത്തിച്ചത്. സംസ്കാര ചടങ്ങുകൾക്ക് മണിക്കൂറുകൾക്ക് മുൻപാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷൈൻ ടോമും മാതാവ് മറിയ കാർമലും വീട്ടിലെത്തിയത്. മറിയയെ സ്ട്രക്ചറിലാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചത്. കുടുംബത്തിന് ആശ്വാസം പകരുന്നതിനായും CP ചാക്കോയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായും നിരവധി ആളുകളാണ് മുണ്ടൂരിലെ വീട്ടിലും പള്ളിയിലും എത്തിയത്. ടൊവിനോ തോമസ്, സൗബിൻ ഷാഹിർ, TG രവി, ശ്രീജിത്ത് രവി, ടിനി ടോം, സരയു, സാന്ദ്ര തോമസ്, സംവിധായകന്മാരായ കമൽ, ഒമർ ലുലു തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിക്കാൻ പള്ളിയിലെത്തി. അപകടത്തിൽ പരിക്കേറ്റ ഷൈനിനെയും അമ്മ മറിയ കാർമലിനെയും പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയാക്കിയതോടെ ആശുപത്രിയിലെത്തിച്ചു. ഇരുവർക്കും എത്രയും വേഗം ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശമുള്ളതിനാൽ നാളെ തന്നെ ശസ്ത്രക്രിയ നടത്താനാണ് കുടുംബത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തൃശൂർ. ഒരാഴ്ചക്കാലത്തെ കാത്തിരിപ്പ് അവസാനിച്ചു. വെള്ളപ്പൊക്കത്തെ തുടർന്ന് സ്കൂളുകൾ തുറക്കാൻ കഴിയാതിരുന്ന കുട്ടനാട്ടിലെ സ്കൂളുകളിൽ പ്രവേശനോത്സവം ആഘോഷമായി. ജൂൺ 2 തുറക്കാതിരുന്ന കുട്ടനാട്ടിലെ സ്കൂളുകളിലും അങ്ങനെ കുരുന്നുകൾ അക്ഷരമുറ്റത്തേക്ക് കാലെടുത്ത് വെച്ചു. സ്കൂളിലേക്കുള്ള വഴിയിൽ പലയിടങ്ങളിലും വെള്ളം ഇപ്പോഴും പൂർണ്ണമായി ഇറങ്ങിയിട്ടില്ല. അതിനാൽ തന്നെ മാതാപിതാക്കളുടെ കരം പിടിക്കാതെ ചുമലിലേറിയാണ് പലരും അക്ഷരമുറ്റത്തേക്ക് എത്തിയത്. ആദ്യ ദിനത്തിലെ പതിവ് കാഴ്ചകൾക്ക് ഭംഗം വരുത്താതെ ആദ്യമായി സ്കൂളിലെത്തിയ പലരുടെയും സങ്കടങ്ങൾ കരച്ചിലായി. ചിലർ ഒരാഴ്ചയായി സ്കൂൾ തുറക്കാത്തതിൻ്റെ പരിഭവം പങ്കുവച്ചു. മറ്റു ചിലർക്ക് സംശയം വെള്ളപ്പൊക്കം ഇനി എന്നാണ് വരിക എന്നതായിരുന്നു. അല്പം വൈകിയാണെങ്കിലും സ്കൂൾ തുറന്നതിലുള്ള സന്തോഷം വിദ്യാർത്ഥികൾ പങ്കുവച്ചു. ഒരാഴ്ച നീണ്ട സങ്കടക്കണ്ണീരിന് അറുതി വരുത്തി സ്കൂൾ തുറന്ന എടത്വ, രാമങ്കരി, പുളിങ്കുന്ന്, തകഴി, ചമ്പക്കുളം പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ ആഘോഷപൂർവ്വമാണ് പ്രവേശനോത്സവങ്ങൾ നടന്നത്. ദുരിതത്തിൻ്റെ തീരാക്കയങ്ങളിലും കുരുന്നുകളുടെ മുഖങ്ങളിൽ ചിരിവിടർത്താൻ അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും ഒന്നിച്ചതോടെ കുട്ടനാട്ടിലും ഉത്സവഛായയിൽ കുരുന്നുകൾ വിദ്യാലയ പടവുകൾ കയറി. വരകളും വർണ്ണങ്ങളും മധുരവും കരുതി നാടൊന്നാകെ ഒന്നിച്ചതോടെ കുട്ടനാട്ടിലെ കുരുന്നു ഹൃദയങ്ങളും ഇനി അറിവിൻ്റെ പുതിയ വാതായനങ്ങളിലേക്ക് മിഴി തുറക്കും. അപ്പോഴും ഒരു ചോദ്യം മാത്രം ബാക്കിയാണ്. പഠിപ്പ് മുടങ്ങാതെ, വെള്ളപ്പൊക്കത്തെ ഭയക്കാതെ മറ്റ് സ്ഥലങ്ങളിലെന്ന പോലെ കുട്ടനാട്ടിലെ കുട്ടികൾക്ക് ഇനി എന്ന് ഒരു അധ്യയനകാലം സാധ്യമാകും? അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. UEFA നേഷൻസ് ലീഗ് കിരീടം പോർച്ചുഗലിന്. ഫൈനലിൽ സ്പെയിനിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 5-3 തോൽപ്പിച്ചാണ് പോർച്ചുഗൽ ചാമ്പ്യന്മാരായത്. പോർച്ചുഗലിൻ്റെ ന്യൂനോ മെൻഡസാണ് ഫൈനലിലെ താരം. നിറഞ്ഞ ഗാലറിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇരു ടീമുകളും കാഴ്ചവെച്ചത്. ആരാധകർക്ക് മുന്നിൽ ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ആദ്യം പോർച്ചുഗലിന് നേരെ സ്പെയിൻ ആഞ്ഞടിച്ചത്. റൊണാൾഡോയും കൂട്ടരും ആദ്യം തന്നെ ഞെട്ടി. സ്പെയിനു വേണ്ടി മാർട്ടിൻ സുബിമെൻഡിയാണ് ആദ്യ ഗോൾ നേടിയത്. എന്നാൽ ഇടിവെട്ടും പോലെ 25-ാം മിനിറ്റിൽ ന്യൂനോ മെൻഡസിലൂടെ പോർച്ചുഗൽ തിരിച്ചടിച്ചു.
ആദ്യ പകുതി അവസാനിക്കും മുൻപ് വീണ്ടും സ്പെയിനിന്റെ ആക്രമണം. മൈക്കിൾ ഒയാർസബാൽ സ്പെയിനിനായി രണ്ടാം ഗോൾ നേടി. രണ്ടാം പകുതിയിലും തകർത്ത് കളിച്ച സ്പെയിനിനെ പിടിച്ചു കെട്ടിയത് റൊണാൾഡോ നേടിയ ഗോളാണ്. 61-ാം മിനിറ്റിൽ റൊണാൾഡോ പോർച്ചുഗലിന്റെ രക്ഷകനായി. ഇതോടെ മത്സരം സമനിലയിലായി. നിശ്ചിത സമയത്തും അധിക സമയത്തും 2 ഗോൾ വീതം നേടി ഇരു ടീമുകളും സമനില പാലിച്ചതോടെ മത്സരം പെനാൽറ്റി ഷൂട്ടിലേക്ക് മാറി. ഷൂട്ടൌട്ടിൽ പോർച്ചുഗലിനായി കിക്കെടുത്തവരെല്ലാവരും വലകുലുക്കി. എന്നാൽ സ്പാനിഷ് താരം അൽവാരോ മൊറാട്ടയുടെ കിക്ക് പോർച്ചുഗൽ ഗോൾ കീപ്പർ ഡിയോഗോ കോസ്റ്റ തടഞ്ഞത് നിർണായകമായി. പോർച്ചുഗലിന്റെ റൊണാൾഡോയും സ്പെയിനിന്റെ ലമീൻ യമാലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടതിനാൽ ഷൂട്ടൌട്ടിനുണ്ടായിരുന്നില്ല. റൊണാൾഡോയുടെ മികവിൽ പോർച്ചുഗലിന് ഇത് 3ാം കിരീടമാണ് സ്വന്തമാക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, അമൃത TV.